നാളെ ആദ്യ ഹജ്ജ് സംഘം കൊച്ചിയിൽ നിന്ന് പുറപ്പെടുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലും അതിൻ്റെ ഒരു അഭിമാനത്തിലുമാണ് നമ്മൾ. എന്താ ഈ കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ജനപ്രതി എന്ന നിലയിലും അയൽവാസി എന്ന നിലയിലും ഇവിടെ ഒന്ന് അന്വേഷിച്ചതാണ്. ഈ പ്രാവശ്യം പ്രോട്ടോക്കോൾ നിലനിൽക്കുന്നതുകൊണ്ട് ഔദ്യോഗിക ചടങ്ങുകൾക്ക് ചില പരിമിതികളുണ്ട്. എങ്കിൽ പോലും നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഹാജിമാർ ഇവിടെ നിന്നാണ് ഹജ്ജ് കർമ്മം നടത്താൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹജ്ജ് എന്ന് പറയുന്ന ഒരു വിശ്വമാനവികതയുടെ വിളംബരമാണ് ഹജ്ജ്. ഹാജിമാർ വ്യക്തികളല്ല, അവരവരുടെ രാജ്യത്തെ പ്രതീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന ഹാജിമാർ ഇന്ത്യയെ പ്രതീകരിച്ചുകൊണ്ട് പോകുന്നതാണ്. അതുകൊണ്ടാണ് ഹാജിമാർ തന്നെ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടേറെ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ഹജ്ജ് കർമ്മം നടക്കുന്ന ആ പ്രദേശങ്ങളിലും ഒട്ടേറെ അസ്വസ്ഥതകൾ, യുദ്ധം മൂലമുണ്ടാകുന്ന ഒട്ടേറെ അസ്വസ്ഥതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ലോകമെമ്പാടുമുള്ള ഭൂഗോളത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ നിന്നും ഒട്ടേറെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച് ഏകദൈവത്തിൻ്റെ വിളിക്ക് മറുപടി പറയുവാൻ വേണ്ടി അവിടെ എത്തിച്ചേരുന്ന ഒരു സംഗമം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഒത്തുകൂടലും കൂടിയാണ്. നമുക്കറിയാം, ഇന്ന് പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഹജ്ജിന് പോകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പ്രാർത്ഥനകളുണ്ട്. ഈ ഹജ്ജ് കർമ്മം, ഈ പുണ്യകർമ്മം സമാധാനപരമായി സംതൃപ്തിയോടുകൂടി നടക്കണം എന്ന ആഗ്രഹമാണ് നമുക്കുള്ളത്. ഇവിടെ നിന്ന് പോകുന്ന എല്ലാ ഹാജിമാർക്കും ഹജ്ജ് കർമ്മം നടത്താനും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് പ്രാർത്ഥിക്കുവാനും ഹജ്ജിൻ്റെ ആത്മശുദ്ധിയോടുകൂടി അവർക്ക് സംതൃപ്തിയോടുകൂടി തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.